സഭയുടെ 3 പിതാക്കന്മാർ കാലം ചെയ്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവാലയം എന്നുള്ള രീതിയിൽ പുത്തൻകാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രലിന് പ്രത്യേകമായ സ്ഥാനം സഭയിലുണ്ട്. ഏറ്റവും അധികം കാലം മലങ്കര മെത്രാപ്പൊലീത്തായി ഏതാണ്ട് 44 വർഷക്കാലത്തോളം സഭയെ സുധീരമായി നയിച്ച പിതാവാണ് മാർത്തോമ ആറാമൻ അഥവാ വലിയ മാർ ദിവന്നാസ്യോസ്. 1765 മുതൽ 1809 വരെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു സുവർണമായിരിക്കുന്ന ഒരു കാലഘട്ടമെന്നാണ് സഭയെക്കുറിച്ച് പറയാവുന്നത്. സഭയിൽ വളരെ അടുക്കും ചിട്ടയുമായ കാര്യങ്ങൾ ക്രമീകരിച്ച ഒരു കാലഘട്ടമാണ്. അത്രയും ദീർഘമായ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സഭയുടെ കെട്ടുപണി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമാക്കിയ കാലഘട്ടമായിരുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ ക്രിസ്തീയ സഭകളുടെ എല്ലാം ഒരു സമാധാനപരമായ സഹവർത്തിത്വം ഉണ്ടാകണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചയാളാണ്. പക്ഷേ അത് സഭയുടെ അടിസ്ഥാന വിശ്വാസത്തെ ബലി കഴിച്ചുകൊണ്ടാകണമെന്നുള്ള പരീക്ഷണ കാലഘട്ടം വന്നപ്പോൾ അത് ഉപേക്ഷിക്കുകയാണുണ്ടായത്. സഭയ്ക്കെന്നും അതിൻ്റെ മാർത്തോമൻ പൈതൃക പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിച്ച് പ്രവർത്തിച്ച അദ്ദേഹം സഭയുടെ ഭാവിയെ കരുതി വട്ടിപ്പണം നിക്ഷേപിക്കുവാനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അതിൻ്റെ എല്ലാം സ്വരുകൂട്ടി പിന്നീട് 7-ാം മാർത്തോമായും ആ വട്ടിപ്പണം 3000 ഭൂവരാഹൻ നിക്ഷേപിക്കുന്നതിൽ സഭയുടെ ഭാവിയെ കണ്ട് സഭയ്ക്ക് വേണ്ടി സ്ഥിരമായിരിക്കുന്ന ഒരു സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കുന്നതിന് വളരെയധികം ആഗ്രഹിച്ച ഒരു പിതാവാണ്. അതുപോലെ തന്നെ മാർത്തോമ 8-ാമൻ വളരെ ചെറിയൊരു കാലഘട്ടം മാത്രമാണ് മലങ്കര മെത്രാപ്പൊലീത്തായിരുന്നത്. 9 വർഷക്കാലത്തോളം ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായി പറയുന്നത്. എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. സഭയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് പടുത്ത വീടുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1809 അദ്ദേഹം കാലം ചെയ്യുന്നതായ ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് കണ്ടനാട് പടിയോല ഉണ്ടാക്കുന്നത്. 1816 ആണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. 1809 കണ്ടനാട് പടിയോല ഉണ്ടാകും. അതിലാണ് വടക്കും തെക്കും 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അത് വൈദികർക്കും അൽമായക്കാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള സഭാവിശ്വാസ ബോധനത്തിനായിരിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തീരുമാനമെടുത്തു. മാത്രമല്ല 1665 മലങ്കര സഭയിൽ പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമം വന്നുവെങ്കിലും പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം വളരെ ശക്തമായി തുടർന്നു കൊണ്ടുപോയി.
പിന്നീട് വന്ന അന്ത്യോക്യയിൽ നിന്നുള്ളതായ മെത്രാന്മാർ പലരും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലേക്ക് മാറുവാനുള്ളതായ പ്രചോദനം നൽകി. അങ്ങനെ സഭ ഔദ്യോഗികമായിട്ട് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യം അഥവാ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സുറിയാനി പാരമ്പര്യം ഉപയോഗിക്കാൻ ഔദ്യോഗികമായി തീരുമാനമെടുക്കുന്നത് കണ്ടനാട് സുന്നകദോസിലാണ്. ആ സമ്മേളനത്തിലാണ് ആ തീരുമാനം ഉണ്ടാകുന്നത്. അന്ന് മുതൽ ക്രമീകരണങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കായംകുളം പീലിപ്പോസ്റ്ററും പാച്ചനും ഇട്ടൂപ്പുറം പാച്ചനും കുന്നംകുളത്തിൽ നിന്ന് തയ്യാറായി. വട്ടിപ്പണത്തിൻ്റെ പലിശ അദ്ദേഹം വാങ്ങിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് പലതരത്തിലുള്ളതായിരിക്കുന്ന തടസ്സങ്ങളുണ്ടായി ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന്. അതുകൊണ്ട് കേണൽ മൺട്രോയുടെ ആലോചനപ്രകാരം ഇട്ടൂപ്പുറമ്പാൻ അദ്ദേഹം മലങ്കര മെത്രാപ്പൊലീത്ത ആയിരിക്കുമ്പോൾ തന്നെ വട്ടിപ്പണം വാങ്ങി കിടങ്ങന്മാർ ഫീലിക്സിനോസിൽ നിന്ന് വട്ടത്വം സ്വീകരിച്ച് അങ്ങനെ വൈദിക സെമിനാരിയുടെ ആരംഭമുണ്ടായി. യഥാർത്ഥത്തിൽ വൈദിക സെമിനാരിയുടെ ആരംഭത്തിന് വേണ്ട പ്രചോദനം ആലോചനയും തീരുമാനമെടുത്തത് 8-ാം മാർത്തോമായുടെ കാലത്താണ്. അത് യാഥാർത്ഥ്യമാക്കുവാനായിട്ട് പിന്നീട് വട്ടിപ്പണ പലിശ വാങ്ങിച്ച് നടത്തിയത് പുലിക്കോട്ടിലെ യൗസേപ്പ് ദിവന്നാസ്യൂസ് രണ്ടാമന്. യൗസേപ്പ് ദിവന്നാസ്യൂസ് രണ്ടാമനും സെമിനാരി സ്ഥാപിച്ച് കാലം ചെയ്തതിന് ശേഷമാണ് 8-ാം മാർത്തോമ കാലം ചെയ്യുന്നത്. അതിനോടിടയ്ക്ക് അദ്ദേഹം തൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ആളിനെ 9-ാം മാർത്തോമായിട്ട് അഭിഷേകം ചെയ്തു. എന്നാൽ 9-ാം മാർത്തോമായ്ക്ക് അധികം നാൾ പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാതെ അദ്ദേഹം കടമറ്റം പള്ളിയിൽ പോയി അവിടെ താമസിച്ച് കാലം ചെയ്യുകയാണ്. പിന്നീട് 1816 8-ാം മാർത്തോമ കാലം ചെയ്ത് കഴിഞ്ഞിട്ട് പുന്നത്രമാർ ദിവന്നാസ്യൂസ് 3-ാം ദിവന്നാസ്യൂസായിട്ട് ഭരണഭാരം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. 2 മാർത്തോമാമാരും സഭയുടെ ക്രാന്തദർശികളായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് കൂടുതൽ പ്രചോദനം നൽകിയതാണ്. അതോടൊപ്പമാണ് നമ്മൾ ഇന്ന് 75-ാം ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലായോസ് തിരുമേനി. ഈ ഭദ്രാസനത്തിൻ്റെ ചുമതല അദ്ദേഹം ഏറ്റെടുത്തതായ സമയം 1930 അദ്ദേഹം പട്ടമേറ്റ് ഗീവർഗീസ് തിദിയൻ ബാവ അദ്ദേഹത്തിന് എപ്പിസ്കോപ്പ സ്ഥാനം കൊടുത്ത് 1931 അദ്ദേഹം തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയെടുക്കുന്നത്. 20 വർഷക്കാലത്തോളം തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ചുമതല നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ആ 20 വർഷം 200 വർഷത്തിൻ്റെ വലിയ മഹത്വം കാണിക്കുന്ന പ്രവർത്തന സന്ദർഭമായിരുന്നുവെന്നുള്ളതിന് സംശയമില്ല. അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം ജനനം നൽകി. ഹൈസ്കൂളുകൾ, കോളേജ്, ട്രെയിനിങ് കോളേജ്, ഇങ്ങനെ എല്ലാ തരത്തിലും വിദ്യാഭ്യാസത്തിൽ സഭയും സഭയുടെ മക്കളും അല്ലെങ്കിൽ നാടും നാട്ടാരും സമൂഹവും എല്ലാം വളർന്നു വരണമെന്നുള്ള വലിയൊരാഗ്രഹം അദ്ദേഹം പരിമല തിരുമേനിയിൽ നിന്ന് കേട്ടുപഠിച്ചതും വട്ടശ്ശേരി തിരുമേനിയുടെ ശിഷ്യനായിരുന്നുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചതായ പ്രചോദനവുമാണ് അപ്രകാരം പ്രവർത്തിക്കുവാൻ പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയെ സഹായിച്ചു.
പ്രായത്തിൽ എളുപ്പമായിരുന്നെങ്കിലും കൊച്ചു തിരുമേനി എന്ന് വിളിക്കപ്പെട്ടിരുന്നെങ്കിലും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ തിരുമേനിയാണ്. അതുകൊണ്ടാണ് സഭ അദ്ദേഹത്തിന് രത്നദീപം എന്ന വലിയ സ്ഥാനം കൊടുത്ത് ആദരിച്ചത്. സഭയുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക, മലങ്കര നസ്രാണികളുടെ മാർത്തോമൻ പൈതൃകത്തിന് എന്നും സ്ഥിരപ്രതിഷ്ഠ നൽകുക, കാതോലിക്കേറ്റിൻ്റെ സ്വാതന്ത്ര്യത്തിലും തനിമയിലും ജീവിക്കുവാൻ സഭാമക്കളെ സജ്ജരാക്കുക, സത്യവിശ്വാസം എന്താണെന്ന് പഠിപ്പിക്കുവാൻ യോഗങ്ങൾ, കൺവെൻഷനുകൾ എല്ലാം രൂപീകരിച്ച് സത്യവിശ്വാസം പഠിപ്പിക്കുക. ഇതിൻ്റെയൊക്കെ കാരണം അന്ന് സഭയ്ക്ക് പലതരത്തിലുള്ളതായ ഭീഷണികളെ നേരിടേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടാണ്. മാർത്തോമ്മ സഭയുടെ വേർതിരിവും പ്രൊട്ടസ്റ്റാന്റിസത്തിലേക്കുള്ള അവരുടെ ചായ്വും, അതുകൂടാതെ പല പ്രൊട്ടസ്റ്റന്റ് സഭകളും വിഭാഗങ്ങളും പലയിടങ്ങളിലായി പൊട്ടിമുളച്ചു കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൂടാതെ വട്ടശ്ശേരി തിരുമേനി പ്രാണതുല്യം സ്നേഹിച്ചിരുന്ന പുത്തൻകാവിൽ തിരുമേനിയും അതുപോലെ പി ടി ഗവർഗീസ് അഥവാ ഈവാനിയോസ് തിരുമേനിയും ഒരുപോലെ സത്യവിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാകും എന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും സഭയെ സംബന്ധിച്ചിടത്തോളം പി ടി ഗവർഗീസ് അഥവാ ഈവാനിയോസ് ബഥനി വിട്ട് മാർത്തോമ്മ സഭയെ ആശ്ലേഷിച്ചപ്പോൾ വട്ടശ്ശേരി തിരുമേനിയുടെ സങ്കടം അതിന് പരിഹാരമായി വന്നത് പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയാണ്. അങ്ങനെ ഒരു വലിയ വിടവ് നികത്തുവാനായിട്ട് സഭയുടെ വളരെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടം ഗീവർഗീസ് ദിദിയൻ ബാവായും അതുപോലെ വട്ടശ്ശേരി തിരുമേനിയുമൊക്കെ വളരെ ദുഃഖിച്ച ഒരു കാലഘട്ടമാണ്. ഒരിക്കലും സഭയിലെ ആദ്യത്തെ എംഎക്കാരനായിരുന്ന, ഏറ്റവും അധികം പ്രാവീണ്യത്തോടുകൂടെ പ്രസംഗിക്കുകയും സഭാവിശ്വാസം പഠിപ്പിക്കുകയും ചെയ്ത ഈവാനിയോസ് സഭയെ നിന്ന് മാറി കത്തോലിക്കാ സഭയോട് ചേർന്നപ്പോൾ അതിൽ കൂടിയതായ പ്രയാസം വട്ടശ്ശേരി തിരുമേനിക്കും ഗീവർഗീസ് ദിദിയൻ ബാവാ തിരുമേനിക്കും ഇല്ലായിരുന്നു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും അവരുടെ സങ്കടം തീർന്നത് പുത്തൻകാവ് തിരുമേനിയുടെ വളരെ ചടുലമായ പ്രവർത്തനവും വിശ്വാസ സ്ഥാപനത്തിനു വേണ്ടി തെക്ക് മുതൽ വടക്കു വരെ വളരെയധികം ശക്തിയോടെ പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ വലിയ ജൈത്രയാത്രയുടെ ഇടയിൽ പുത്തൻകാവിൽ വെച്ച് കുന്നംകുളത്ത് വെച്ച് കാലം ചെയ്യുവാനിടയായത്. പർവ്വതാരോഹകരുടെ സംഘത്തിൽ ഒരാൾ പർവ്വതത്തിൻ്റെ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ ചെല്ലുന്നതിന് മുമ്പ് മരിച്ച് ഇടയ്ക്ക് വെച്ച് അവിടെ കബറടക്കപ്പെട്ടപ്പോൾ അവിടെ എഴുതി വെച്ച ഒരു വാക്യമുണ്ട്, ഹി ഡൈഡ് ക്ലൈംബിങ്. ഹി ഡൈഡ് ക്ലൈംബിങ് എന്ന് പറയുന്നത് പർവ്വതാരോഹണം ചെയ്തുകൊണ്ട് അദ്ദേഹം മരിച്ചുപോയി എന്നാണ്. പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയും അപ്രകാരം ഹി ഡൈഡ് ക്ലൈംബിങ് ടു ദ ടോപ്പ്. സഭയുടെ വിശ്വാസ സംസ്ഥാപനത്തിൻ്റെ ആ വലിയ തീർത്ഥയാത്രയുടെ വലിയ ശ്രമത്തിനിടയിലാണ് അദ്ദേഹം ലോകത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ വിളിച്ച് അദ്ദേഹത്തെ ചേർക്കുന്നത്.
ദൈവനിശ്ചയമാണ്. എന്നാൽ അത് ആയിരങ്ങൾക്ക് പ്രചോദനം നൽകി. എന്നും പുത്തൻകാവിൽ കൊച്ചുതിരുമേനി എന്ന് പറയുമ്പോൾ മലങ്കര സഭയിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠമാണ്. അദ്ദേഹത്തിൻ്റെ ആവേശഭരിതമായ പ്രവർത്തനങ്ങൾ മലങ്കര സഭയിലെ മക്കൾക്കെല്ലാവരും ഒരു ഹരമാണ്. കാരണം സഭയുടെ എല്ലാ തരത്തിലുമുള്ളതായ അഭിവൃദ്ധി അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അത് തുടങ്ങി വെച്ചു, അല്ലെങ്കിൽ വളർത്തിക്കൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാനാവാത്ത ഒരു കാലഘട്ടമാണ്. ആ പിതാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ നിർമ്മതിയിൽ അപ്രകാരം സമർപ്പണത്തോടുകൂടെ കഷ്ടപ്പെടുവാനുള്ള മനസ്സോടുകൂടെ വരുന്നതായ കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് നേതാക്കന്മാർ ഉണർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.